ഹലോ ഫ്രണ്ട്സ്, ആൻസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി ആൻസി. ഇന്ന് നമ്മൾ നോക്കിക്കേ, കോഴി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഒരു കോഴീനെ നമ്മളിന്ന് കൊന്ന് കറി വെക്കാൻ പോവാണ്. അപ്പം നാടൻ കോഴിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കോഴിയുടെ പപ്പും പൂടയും പറിക്കാനായിട്ടുള്ള വെള്ളം ഇവിടെ ദേ കലത്തിൽ തിളച്ചിരിക്കുന്നുണ്ട്. കോഴീനെ ഇവിടെ കൊന്നിട്ടിട്ടുണ്ട്. ദേ അതിന് പുറത്തേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ്. കോഴീനെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ആ ചൂടൊന്നും എല്ലായിടത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് നേരം ചൂടുവെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചെടുത്താൽ മതിയാകും. കാരണം ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ കോഴി വെന്തു പോകും. ഇനി കോഴിയുടെ തൂവല് പറിച്ചെടുക്കാണ്. കോഴീനെ നമ്മളിതേ പപ്പും പൂടയൊക്കെ പറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ മേത്ത് കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട്. അപ്പം അതിനൊന്ന് കരിയിച്ച് കളയണം. അപ്പം അതിനൊന്ന് കരിയിച്ചെടുക്കാം. കോഴിയുടെ തൂവലൊക്കെ നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ടാണ് തിരുമ്മി കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ പൊടി ഉപ്പിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. കരിഞ്ഞിരിക്കുന്ന പൂടയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ട് തിരുമ്മി കൊടുക്കുന്നത്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് എല്ലാ വശത്തും ഉപ്പിട്ട് തിരുമ്മി കൊടുക്കാം. ഇനി നമുക്ക് ഈ കോഴീനെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കാണുന്നത് എന്താ ഇത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് എന്താണ് ഈ സാധനം? അത് കോഴി മഴ സമയത്ത് കോഴിയുടെ തൂവിൽ വെള്ളം പിടിക്കാതിരിക്കാൻ കോഴി ഇതിൽ നിന്നാണ് ഓയിൽ എടുക്കുന്നത്. ഓയിലിന്റെ ഗ്ലാൻഡ് ആണത്. പുരട്ടും, അപ്പൊ വെള്ളം അതിന്റെ തൂവലിലൊന്നും പിടിക്കില്ല. കണ്ടോ, നിങ്ങൾ കണ്ടോ ഈ ഗ്ലാൻഡ്? കാണാമോ? കോഴിനെ നന്നായിട്ട് കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. മഞ്ഞ കളറിൽ കാണുന്നതൊക്കെ നെയ്യാണ് കേട്ടോ. കണ്ടോ, നല്ല നെയ്യുള്ള കോഴിയാണ്. കോഴിയുടെ അകത്തുള്ളതെല്ലാം നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലിവറാണ്, ഇതെല്ലാം എടുക്കും. നമ്മൾ നെയ്യുള്ള ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരളും എടുത്തു. ബാക്കി കുടല് മാത്രമാണ് നമ്മൾ കളയാ. അത് നെയ്യാണ്. അപ്പൊ ആ നെയ്യുടെ ഇതും നമ്മളത് ഉപയോഗിക്കും. ആ കറുത്ത കളറിൽ കാണുന്നതാണ് കോഴിയുടെ കയ്പാന്ന് പറയുന്നത്. നമ്മളത് കളയും. കളഞ്ഞില്ലെങ്കിൽ കറിക്ക് ഭയങ്കര കയ്പായിരിക്കും. അപ്പൊ അത് കോഴിയുടെ കുടലാണ്. നമ്മൾ ബാക്കിയെല്ലാം എടുത്തിരുന്നത്. ചെറിയ മുട്ടയുണ്ട്, നെയ്യും കരളും എടുത്തിട്ടുണ്ട്. ഈ കോഴിനെ നമുക്കിനി ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് കോഴിയുടെ കക്കാമ്പരട്ട. ഇതിനകത്ത് നിറയെ വേസ്റ്റ് ആണ്, കോഴിയുടെ ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് ആണ്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മള് കടയിൽ നിന്നൊക്കെ കോഴിനെ വാങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് അവർ രണ്ടായിട്ട് പൊളിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മളതൊന്നും കാണുന്നില്ല. നമ്മുടെ വീട്ടിലിത് ഇങ്ങനെ കോഴിനെ കൊന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ കളയണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. നമ്മളിനി കോഴീനെ കട്ട് ചെയ്തെടുക്കണം. നിറച്ച് മുട്ടയുണ്ട്, കണ്ടോ? ആ കുഞ്ഞു കുഞ്ഞു നിൽക്കുന്നത് മുട്ട കുഞ്ഞുങ്ങളാണ്.
നാടൻ കോഴി ആയതുകൊണ്ട് കേട്ടോ നമ്മൾ സ്കിന്നൊന്നും കളയില്ല. സ്കിന്നിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കോഴിക്കാണ് ഇങ്ങനെ തൊലിയൊക്കെ പൊളിച്ച് കളയും. ഇത് കോഴിയുടെ കഴുത്താണ്. അപ്പൊ അതേ പിച്ചാത്തിയുടെ പുറകോശം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക. മൂർച്ചയുള്ള വശമല്ല കേട്ടോ, പിച്ചാത്തിയുടെ പുറകോശമാണ്. ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യണേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കഴുത്തിന്റെ ഭാഗത്തുള്ള എല്ലൊക്കെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ കിടക്കുമ്പോൾ ചിലപ്പോൾ കഴുത്ത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല. നേരത്തെ പറഞ്ഞ ഓയിലിന്റെ ഗ്ലാൻഡ് എടുത്ത് കളയാണ്. സാധാരണ കോഴിക്കടയിൽ നിന്നൊക്കെ കോഴി മേടിക്കുമ്പോൾ ഇതുണ്ട്, നമ്മൾ ഇത് കളയാറില്ല. നമുക്ക് ആവശ്യമുള്ള സാധനമല്ല അത്. ആ ഗ്ലാൻഡ് ഉണ്ടോ അത് ചെത്തി കളയുന്നത് കാണാം. സെപ്പറേറ്റ് ഒരു ഇതായിട്ടിരിക്കും കണ്ടോ. ഏതാണത്? ആണത് അതാണ് കേട്ടോ ആ ഗ്ലാൻഡ്. ആ ചെത്തി കളയുന്നതാണ് ആ ഗ്ലാൻഡ്. എന്നിട്ടാണ് ഇനി ബാക്കി കട്ട് ചെയ്തെടുക്കുള്ളൂ. കോഴിയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ഞെക്കി കൊടുക്കുക. അപ്പൊ നല്ല വെള്ളമൊക്കെ വാർന്ന് പൊക്കോളും. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം 1 കിലോ കോഴി ഉണ്ട് കേട്ടോ. ഇനി 3 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് കുറവായതുകൊണ്ട് കേട്ടോ നമ്മൾ 2 സ്പൂൺ മുളക് പൊടി ചേർത്തത്. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതിനകത്തേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ ചൊറുക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നാടൻ കള്ളിന്റെ ചൊറുക്കയാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സിന്തറ്റിക് ആയിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ളത് 2 സവോള അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 10 ചുമന്നുള്ളി, ഒരു 7 വെളുത്തുള്ളി. ഇത്ര സാധനങ്ങളാണ് നമുക്കിനി ഈ കോഴിയിലേക്ക് ചേർക്കാനുള്ളത്. നമുക്കിത് കോഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് കൂട്ടിത്തിരുമ്മി എടുക്കാം. നമ്മുടെ കൈയുടെ ചൂട് ഉള്ളിലൊന്നും അറിയണം കേട്ടോ. അപ്പൊ അതേപോലെ ഒന്ന് കൂട്ടിത്തിരുമ്മി എടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടിത്തിരുമ്മി എടുക്കാം. അപ്പൊ ആ ചുറുക്കയുടെയും മുളകിന്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ ഒന്ന് തിരുമ്മി എടുക്കാം. നമ്മളിത് 1 മിനിറ്റെങ്കിലും ഇങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി എടുക്കണം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പൊ നന്നായിട്ട് കൂട്ടി തിരുമ്മിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. അപ്പൊ ഇനി തേങ്ങ പൊതിക്കാനായിട്ട് പോവാം. നമ്മുടെ കോഴിക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത്. നമ്മുടെ വീട്ടിലെ തന്നെ തേങ്ങയാണ്, നല്ല പച്ച തേങ്ങയാണ്. കറികൾക്ക് പാല് വീഴുന്ന കറികൾക്ക് നല്ല പച്ച തേങ്ങയാണ് കേട്ടോ. ചേട്ടൻ പറയണ കേട്ടോ, പാല് വീഴുന്ന കറികൾക്കൊക്കെ നല്ല പച്ച തേങ്ങയാണ് നല്ലത്. ഉണക്ക തേങ്ങ ആകുമ്പോ നല്ല പാലൊന്നും കിട്ടൂല. എടാ പോളു, കൈ മാറ്റുമ്പോ കൈ പോകട്ടെ അതിന്റെ ഉള്ളിൽ വെച്ചാ.
വാവേ വാവേ തേങ്ങ വെള്ളമൊക്കെ ഉണ്ട്, തേങ്ങ വെള്ളമൊക്കെ തരാം. തേങ്ങ പുതക്കട്ടെ ആദ്യം. അപ്പൊ ദേ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ചിരകി 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുക്കാം. നോക്കിക്കേ, തേങ്ങ എല്ലാം ചിരകി വെച്ചിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കാം. അപ്പൊ നോക്കിക്കേ, തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാല്. ഇത് 1 ഗ്ലാസ് പാലാണുള്ളത്. ഇതൊരു 3/4 ലിറ്ററിന്റെ അടുത്ത് 2-ാം പാലുണ്ട്. അപ്പൊ നമുക്കിനി ഇത് കോഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് 2-ാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ 2-ാം പാലിലാണ് ഈ കോഴി വേവുന്നത്. അപ്പൊ നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പൊ ഇത്രയും വെള്ളമെങ്കിലും വേണം കേട്ടോ വേവാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ 1/2 മണിക്കൂർ ഞാനൊരു ഊഹാണ് പറഞ്ഞത്. എന്തുമാത്രം സമയം എടുക്കുന്നു, ചിലപ്പോൾ നാടൻ കോഴിയൊക്കെ ആയതുകൊണ്ട് സമയം ചിലപ്പോൾ കൂടുതലെടുക്കാം. അപ്പൊ നമുക്ക് ഇതിനെ അടപ്പത്തേക്ക് വെക്കാം. നമ്മളിത് വിറകടുപ്പിലാണ് വെക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനി വിറകടുപ്പല്ല വെക്കുന്നത്, നിങ്ങൾ കുക്കറിലാണ് വെക്കണമെങ്കിൽ ഇത് 20 മിനിറ്റ് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്താൽ മതിയാകും. നമ്മൾ ബീഫൊക്കെ വേവിക്കുന്നില്ലേ, അതുപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കുറച്ചുകൂടി. അപ്പം നമ്മളിവിടെ അടുപ്പിലാണ് വേവിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, നന്നായിട്ട് തീയേ ആളി കത്തുന്നുണ്ട്. നമ്മളിതേ വിറകടുപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ തീ ഒന്ന് അല്പം ഒന്ന് കുറയ്ക്കുള്ളൂ. നമ്മൾ ഒരു 1/2 മണിക്കൂറോളം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പൊ ഇതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊന്ന് ഉപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിന്റെ ഉപ്പൊക്കെ ഇത് കറക്റ്റാണ്. ഇതിനെ ഒന്നിനി 1/2 മണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം. നോക്കിക്കേ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇതൊരു 3/4 മണിക്കൂർ എടുത്തേണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തലപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് തലപ്പാലാണ് ഈ ഒഴിക്കുന്നത്. ഈ തലപ്പാലിലേക്കുള്ള അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്കിത്തിരി ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പൊ 1 സ്പൂൺ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോക്കിക്കേ, നമ്മുടെ നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. അപ്പത്തിന്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പോ പുട്ടോ ചപ്പാത്തി ഏതായാലും കുഴപ്പമില്ല, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ കറി കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.